केजरीवालिനെ വീഴ്ത്തിയ ശേഷം അടുത്ത ഇരയെ പ്രഖ്യാപിച്ചു ബിജെപി. ഡൽഹി की जीत हमारी है 2026 में बंगाल की बारी. അടുത്ത ഉന്ന മമതാ ബാനർജി. കേരളവും യുപിയും അടക്കം രാജ്യവ്യാപകമായി ബിജെപി കൂടുതൽ ശക്തിപ്പെടുകയാണ് ദില്ലി ഫലം വന്നപ്പോൾ. നുണകളുടെയും കൊള്ളയുടെയും കോട്ടകൾ ജനം അടിച്ചു തകർത്തത് ദേശീയവാദികളിൽ വിശ്വാസം അർപ്പിച്ചുവെന്ന് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. डबल इंजन की भारतीय जनता पार्टी पर विश्वास जताया है. उनकी आशा और अपेक्षाओं पर ये डबल इंजन की भारतीय जनता पार्टी सरकार खरा उतरेगी और झूठ और लूट की राजनीति को हमेशा के लिए पूर्ण विराम देने के लिए दिल्ली और उत्तर प्रदेश के इन चुनावों ने जो परिणाम दिए हैं. ഞങ്ങൾ ഡൽഹി വിജയിച്ചു. 2026 ബംഗാളിന്റെ ഊഴമാണ് എന്ന് പ്രഖ്യാപിച്ച് ബംഗാൾ ബിജെപി നേതാവ് സുവേന്ദു അധികാരി മമതാ ബാനർജിക്ക് മുന്നറിയിപ്പ് നൽകി. നോക്കൂ, നിങ്ങളാണ് അടുത്തതെന്ന് അദ്ദേഹം മമതാ ബാനർജിക്കെതിരെ രംഗത്ത് വരികയായിരുന്നു. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തന്റെ പാർട്ടിയുടെ ശ്രദ്ധേയമായ വിജയത്താൽ കേരളം അടക്കം എല്ലാ സംസ്ഥാനത്തും ബിജെപിക്ക് പുതിയ ഊർജം ലഭിച്ചു. ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയും ഇതുതന്നെയാണ് എന്ന് രാജ്യ തലസ്ഥാനമായതിനാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ഇന്ത്യയിൽ ആകമാനം ആഘോഷിക്കപ്പെടുന്നത് മാത്രവുമല്ല, രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലെത്തിയതോടെ തന്നെ അന്തർദേശീയ തലത്തിലും ബിജെപി മുഖം മിനുക്കുകയാണ്. ഒരു രാജ്യത്തിനു പുറത്ത് ഏറ്റവും കൂടുതൽ അണികൾ ഉള്ള പാർട്ടിയും ബിജെപിയാണ്. ഇന്ത്യക്ക് പുറത്ത് ലക്ഷക്കണക്കിനാണ് ബിജെപി പ്രവർത്തകർ സജീവമായി ഉള്ളത്. യൂറോപ്പിലും ഗൾഫിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന സ്വീകരണങ്ങൾ തന്നെ ഇതിന് ഉദാഹരണമാണ്. മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മറ്റൊരു ലോക നേതാവിനും ഇത്രമാത്രം ആവേശകരമായ സ്വീകരണം രാജ്യത്തിന് പുറത്ത് ഇതുവരെയും ലഭിക്കുകയോ തെളിയിക്കുകയോ ചെയ്യുവാനായിട്ടില്ല. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിന് ശേഷം കേരളത്തിലും പാർട്ടി സജീവമായി. ദില്ലി തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മലയാള ചാനൽ അവതാരകരെ പരിഹസിച്ചു ബിജെപി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. ജോർജ് ടീമിന്റെ ടൂൾ കിറ്റും ആശയങ്ങളും അവരുടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിന് കോടികളുടെ ഫണ്ടാണ് കേരളത്തിൽ എത്തുന്നതെന്നും നേരത്തെ വിമർശനമുണ്ടായിരുന്നു. ഇത്രയധികം ഫണ്ട് എത്തിയിട്ടും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും സാധിച്ചില്ല എന്നത് പരിഹസിക്കുന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന ഇപ്രകാരമാണ്. ദില്ലിയിൽ, അതായത് രാജ്യ തലസ്ഥാനത്ത് നടന്ന 6 തിരഞ്ഞെടുപ്പുകളിലും രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന പൊളിറ്റിക്കൽ പാർട്ടി നേടിയത് വട്ടപൂജ്യം. ദില്ലി തിരഞ്ഞെടുപ്പ് ആപ്പിന് മാത്രമല്ല കോൺഗ്രസിന് പഠിക്കുവാൻ ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് എന്ന് സുരേന്ദ്രൻ കുറിച്ചു. പക്ഷെ എന്തു ചെയ്യാം, ജർമോസിന് അതൊന്നും ചർച്ചാ വിഷയമായി അല്ല എന്ന് കെ സുരേന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അതായത് കട്ടിംഗ് സൗത്ത് ഉൾപ്പെടെ കേരളത്തിൽ നടന്ന ഇന്ത്യ വിരുദ്ധ സംരംഭങ്ങളിൽ മലയാള മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ മേധാവികളും നേരിട്ട് പങ്കെടുത്തിരുന്നു. ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ചാനൽ ചർച്ചകൾക്കെതിരെ അതിനുകൂടിയാണ് കെ സുരേന്ദ്രന്റെ വിമർശനം ഇപ്പോൾ വന്നിരിക്കുന്നത്. യുപിയിലും ദില്ലി വിജയം വൻ ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ. ദില്ലിയിൽ ബിജെപിയുടെ ഉജ്ജ്വലമായ വിജയം നുണകളുടെ വൻ മതിലുകളെ തകർത്തെറിഞ്ഞെന്ന് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പും ഉത്തർപ്രദേശിലെ അയോധ്യ ജില്ലയിലെ മിൽക്കിപൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും ദേശീയവാദികളും ദേശീയ സ്നേഹികളും വിജയിച്ചു. നുണകളുടെയും കൊള്ളകളുടെയും രാഷ്ട്രീയത്തിന് പൂർണ്ണ വിരാമമിട്ടതിന്റെ വ്യക്തമായ സൂചനയാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നും യോഗി വ്യക്തമാക്കി. അടുത്ത വർഷം മാർച്ച് ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന ബംഗാൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബംഗാൾ ബിജെപി നേതാക്കളുടെ മുന്നറിയിപ്പ്. ബംഗാളിനെ കേന്ദ്രീകരിച്ചുള്ള ബിജെപി നീക്കം മമതാ ബാനർജിയെയും അവരുടെ തൃണമൂൽ കോൺഗ്രസിനെയും തകർക്കാനുള്ള ബിജെപിയുടെ ദൃഢനിശ്ചയത്തിന് അടിവരയിടുന്നു. 2021 കൊൽക്കത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ ബിജെപി ഏതാണ്ട് ക്ലീൻ സ്വീപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.